ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ കോട്ടക്കുന്ന് പാർക്ക് കാണാൻ പോയി. അപ്പം പോയതിൻ്റെ ചെറിയൊരു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം കുറച്ച് ട്രാവലിംഗ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങളെത്തി. ഒരാൾക്ക് 20 രൂപ അങ്ങനെയായിരുന്നു ചാർജ്. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിക്കും ആ ഒരു റേറ്റ് തന്നെയാണ് കേട്ടോ. അവിടെ പോയപ്പോൾ തന്നെ മോനുറങ്ങി. പിന്നെ ഞങ്ങൾ എണീപ്പിച്ചൊക്കെ സെറ്റാക്കി. ഭയങ്കര പാർക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വണ്ടികൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പോയടനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ നിരത്തി വെച്ചേക്കുന്നുണ്ട്. കൊതിയായി. അത് പിന്നെ ആർക്കും പറയണ്ടല്ലോ, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ട് വണ്ടി ഇടാനായിട്ട്. നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ല. ഓരോരുത്തരത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല വണ്ടി ഇടാൻ. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് സൂചിപ്പിച്ചത്. പിന്നെ ഞങ്ങൾ മാങ്ങയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഉപ്പിലിട്ടത്. എന്നിട്ട് അകത്തോട്ട് കയറി. കുട്ടികളുടെ ഒരു മായാലോകം എന്ന് പറഞ്ഞാൽ അതാണ്. അത്രമാത്രം അവർക്ക് കളിക്കാനുള്ളത് കൂടുതൽ. പിന്നെ മറ്റേ നമ്മളീ റോപ്പിലൂടെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സൈക്ലിങ്ങും അല്ലാത്തതും ഒക്കെ, അതൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയവർക്ക് പറ്റിയത്. അതിൽ ഞങ്ങൾ ഒന്നിൽ കയറിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, കാരണം ഫുള്ളും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു റൈഡിൽ കയറിയെന്ന്. അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സാണിത്. ഞാൻ അനിയത്തെ ഏൽപ്പിച്ചതായിരുന്നു താഴേന്ന് നല്ല വീഡിയോ എടുക്കണേന്ന്. അവളൊരു വീഡിയോ എടുത്തില്ല. വീഡിയോ എടുത്ത് അതിങ്ങനെ റോപ്പിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് പോകുമല്ലോ. അപ്പം അത് വീഡിയോയിൽ നല്ലപോലെ കിട്ടിയില്ല. പിന്നെ ഞാൻ എന്തായാലും കയ്യിൽ ഫോൺ വെച്ചിട്ട് ചെറിയൊരു വീഡിയോ എടുത്ത്. ഒരു ടെൻഷനായിരുന്നു, ഫോണിന് എന്തെങ്കിലും പറ്റിയോ പിന്നെ അവർ ഉത്തരവാദിത്വം ഇല്ലല്ലോ, നമ്മുടെ റിസ്ക് വേണം ചെയ്യേണ്ടുള്ളത്. ഞാൻ എടുത്തിട്ട് പിന്നെ അങ്ങ് പേടിച്ചിട്ട് ഫോൺ വെച്ച്. താഴെ എങ്ങനെ വീണാൽ തീർന്നില്ലേ. ഒരാൾക്ക് 150 രൂപയായിരുന്നില്ല കയറുന്നതിന്. കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങ് പോയങ്ങ്. ഇത് അനിയത്തി എടുത്തതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളു, അതിൽ കൂടുതലൊന്നും നല്ലപോലെ കിട്ടിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം മക്കൾക്ക് കളിക്കാനുള്ളതായിരുന്നു. 3 റൈഡിൽ കയറുന്നതിന് 100 രൂപ. പിന്നെ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അവർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയതായിരുന്നു. പിന്നെ നമുക്ക് നടക്കാനും കുറേ പാർക്ക് പോലെയൊക്കെ ഇങ്ങനെ നടക്കാനും പിന്നെ ഗാർഡനും സംഭവങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ ഇങ്ങനെ നടന്ന് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണാം.
ഇതാ ഞാൻ പറഞ്ഞത് നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന്. ഇങ്ങനെ നടന്ന് കറങ്ങി ഇങ്ങനെ കാണാം. നമുക്കിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഞങ്ങൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നല്ലതായിരുന്നു. സമയം പോണത് അറിയത്തില്ല. നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോന്ന് കണ്ട് ഇങ്ങനെ പോയി. പിന്നെ നിങ്ങൾ വെക്കേഷനൊക്കെ ഇല്ലേ, മക്കളുമായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. വെക്കേഷന് നിങ്ങൾ മക്കളെ കൊണ്ട് എവിടെ പോകണമെന്ന് ആലോചിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. കാരണം എൻജോയ് ചെയ്യാം, അവർക്ക് എൻജോയ് ചെയ്യാം നല്ല രീതിയിൽ. നമുക്കും കൂട്ടത്തിൽ ചെറുതായിട്ടൊക്കെ എൻജോയ് ചെയ്യുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും മക്കളെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അപ്പം അവർക്കിങ്ങനെ അവരെ കൊണ്ടുപോയി നമുക്കിങ്ങനെ എല്ലാത്തിലും കയറ്റി കളിപ്പിക്കാം, അത്രയൊക്കെ തന്നെ. പിന്നെ ഫോട്ടോസിനൊക്കെ പറ്റിയ നല്ല പ്ലേസുകളുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പം ഒരു താഴ്വാരം പോലും ഉണ്ട്. അവിടുത്തെ സ്ഥലത്തെ ഫുള്ളും വ്യൂ കാണാം അവിടെ നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു ദിവസം പോയത് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ നൈറ്റായി വന്നപ്പോൾ. കാരണം അത്രയധികം കളിക്കാനും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ അവിടെ മിറാക്കിൾ ഗാർഡനും പിന്നെ അല്ലാത്ത പാർക്കുകൾ സെക്ഷനായിട്ടുണ്ട്. ഇവിടെ 2-3 സെക്ഷനായിട്ടുണ്ട്. അപ്പം ഓരോന്നിലും കയറുന്നതിന് പ്രത്യേകം റേറ്റാണ് അതിൽ ഉള്ളിൽ കയറുന്നതിന്. ഞങ്ങളെല്ലാം കറങ്ങി വന്നപ്പോഴത്തിന് ഏകദേശം സന്ധ്യയൊക്കെ ആയി. സന്ധ്യ ആയപ്പോഴത്തിന് വെട്ടങ്ങളൊക്കെ പോയപ്പോൾ വീഡിയോ ഒന്നും പിന്നെ ക്ലാരിറ്റി കിട്ടിയില്ല. അതുകൊണ്ടിതാണ് ഞാൻ പറഞ്ഞത് മിറാക്കിൾ ഗാർഡൻ. ഇത് ഫുള്ളും ഗാർഡനാണ്. നമ്മൾ അതിലേക്കൂടെ സൈഡിൽ കൂടെ കറങ്ങി വരുമ്പോൾ ഇത് കാണാൻ പറ്റും. സൈഡ് വ്യൂവിൽ നേരത്തെ ഗാർഡൻ കണ്ടില്ല, അതുപോലെ കാണാമെങ്കിലും ഇതുവഴി ഓപ്പൺ ആക്കി കയറുവാണെന്നുണ്ടെങ്കിൽ, ഇതിൽ ഓപ്പൺ ചെയ്ത് കയറുവാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ കാണാം. അപ്പോൾ അതിന് എക്സ്ട്രാ എന്തോ ചാർജുണ്ട്. ഇതിനകത്തും ഈ കാണുന്നതിനകത്തും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ തന്നെ. എല്ലാം വേറെ വേറെ സെപ്പറേറ്റ് പൈസയാണ് ഓരോന്നിലും കയറുന്നതിന്. വലിയ കുഴപ്പമില്ല, അഫോർഡബിളാണ് ഓരോന്നിലും കയറുന്നതിനൊക്കെ. ചില പാർക്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ 80 രൂപ, 70, 60 അങ്ങനെയൊക്കെ ഇല്ല. ഇവിടെ 30, 40 ഉള്ളൂ തോന്നുന്നു. ഞങ്ങൾ കയറി 2-3 കയറിയതിനൊക്കെ 40, 30 വെച്ചേ ഉള്ളായിരുന്നു. അപ്പം വലിയ കുഴപ്പമില്ല. ഒരുപാട് ആളുണ്ടായിരുന്നു. ഞങ്ങളന്ന് സാറ്റർഡേ സൺഡേ ഒന്നും അല്ല പോയത്, എന്നിട്ടും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ, മക്കളെയൊക്കെ കൊണ്ട്.